വീട്ടിലിരുന്ന് തയ്യൽ ജോലി ചെയ്യുന്ന നമ്മളിൽ പലരും പലപ്പോഴും ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ട്. എൻ്റെ കൂടെ തയ്യൽ പഠിച്ച ആ ചേച്ചി ഇപ്പോൾ വലിയൊരു ബുട്ടീക്ക് തുടങ്ങി നല്ല നിലയിലായി. പക്ഷെ ഞാനിപ്പോൾ ഈ ചെറിയ റൂമിലിരുന്ന് ബ്ലൗസും നൈറ്റിയും മാത്രം തയ്ച്ച് അതേ അവസ്ഥയിൽ തന്നെ നിൽക്കുകയാണ്. എന്തുകൊണ്ടാണ് എനിക്ക് മാത്രം ജീവിതത്തിൽ ഒരു വളർച്ച ഇല്ലാത്തത്? ഈ ലോകത്ത് രണ്ട് തരം മനുഷ്യരുണ്ട് എന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. ഈ രണ്ടു തരം ആളുകളിൽ നിന്നും ഏത് വിഭാഗത്തിലാണ് ഉൾപ്പെടുന്നത് എന്നതിനെ ആശ്രയിച്ചിരിക്കും നിങ്ങളുടെ തയ്യൽ ബിസിനസ്സിൻ്റെ വിജയവും പരാജയവും. ആദ്യത്തെ വിഭാഗം ആളുകൾ എപ്പോഴും ഭയത്തോടെ ജീവിക്കുന്നവരാണ്. അവർക്ക് പുതിയ കാര്യങ്ങൾ പരീക്ഷിക്കാൻ വലിയ പേടിയായിരിക്കും. ഞാൻ സാധാരണയായി തയ്യലല്ലാതെ പുതിയ ഡിസൈനുകളോ ഒരു വലിയ ബ്രൈഡൽ വർക്കുകളോ ഒക്കെ ചെയ്താൽ അത് കേടായി പോകുമോ എന്നൊക്കെ പേടിച്ചിരിക്കണോലായിരിക്കാരം ആദ്യത്തെ ആളുകൾ എന്നെ കളിയാക്കുമോ എന്നോർത്തൊക്കെ അവർ എപ്പോഴും ഒരേ സ്ഥലത്ത് തന്നെ നിൽക്കും. തയ്യലിൽ വലിയ മാറ്റങ്ങളൊന്നും കൊണ്ടുവരാൻ അവർ ശ്രമിക്കില്ല. കാരണം അവർക്ക് പേടിയാണ്, ഞാൻ ചെയ്താൽ എന്താവും എന്നുള്ള ഒരേ ഒരു ചിന്ത മാത്രമേ ഉണ്ടാവുള്ളൂ. എന്നാൽ രണ്ടാമത്തെ വിഭാഗം ആളുകൾ എന്താ ചെയ്യാറ്? അവർ കഠിനാധ്വാനികളാണ്. അവർക്ക് വലിയ വലിയ സ്വപ്നങ്ങളുണ്ടാവും. ഒരു പ്രതിസന്ധി വന്നാൽ അതിനെ മറികടക്കുന്ന മുന്നോട്ട് പോകാൻ അവർക്കൊരു പ്രത്യേക കഴിവുണ്ടാവും. തയ്യലിൽ പുതിയ ട്രെൻഡുകൾ വരുമ്പോൾ അതൊക്കെ അവർ പേടിയില്ലാതെ പഠിച്ചെടുക്കുന്നൊരു സ്വയം കഴിവിനെയൊക്കെ വർദ്ധിപ്പിച്ച് അവരെപ്പോഴും ശ്രമിച്ചു കൊണ്ടേയിരിക്കും. പുതിയ പുതിയ ഡിസൈനുകൾ പരീക്ഷിക്കും. അത് ചെയ്യും. ഞാൻ കൊണ്ടുവന്നാലും അതെനിക്ക് കഴിയൂല എന്ന് പറയില്ല. പകരം അത് ചെയ്ത് നോക്കി പരീക്ഷിച്ച് വിജയിപ്പിക്കുക തന്നെ ചെയ്യും. അതാണ് ഈ രണ്ടാമത്തെ വിഭാഗം ആൾക്കാരുടെ ഒരു പ്രത്യേകത കേട്ടോ. ഒന്നാമത്തെ വിഭാഗക്കാർ അത് പേടിച്ച് കുത്തിറക്കുകയുള്ളൂ. അങ്ങനെ കുത്തിറക്കണോലാണോ നിങ്ങൾ പെടുന്നത്, അതോ രണ്ടാമത്തെ വിഭാഗത്തിലാണോ നിങ്ങൾ പെടുന്നത് എന്നുള്ളത് ഒന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യണേ. ഇതിന് ഏറ്റവും വലിയൊരു മികച്ച ഉദാഹരണം ഇപ്പോൾ ലോകകപ്പ് ഫുട്ബോളൊക്കെ നടക്കല്ലേ, അപ്പോൾ അതിൽ പെട്ട ഒരാളെ പറ്റി തന്നെ പറഞ്ഞാലോ? മികച്ച ഉദാഹരണമായിട്ട് ലോകം കണ്ട ഏറ്റവും വലിയ ഫുട്ബോൾ താരം ലയണൽ മെസ്സിയുടെ ജീവിതം. നമ്മളൊക്കെ വിചാരത്താ ഇന്ന് കാണുന്ന ആ മെസ്സി ഒറ്റ രാത്രി കൊണ്ട് വലിയൊരു താരമായതാണെന്നോ? ഒരിക്കലും അല്ല. അദ്ദേഹത്തിൻ്റെ കുട്ടിക്കാലമൊക്കെ വളരെ കഷ്ടത നിറഞ്ഞതായിരുന്നു. 11ാമത്തെ വയസ്സിൽ മെസ്സിക്ക് വളർച്ചാ ഹോർമോണിൻ്റെ കുറവ് മൂലമുള്ള ഒരു വലിയ രോഗം ബാധിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നു. ശരീരം ഇനി വളരില്ല എന്ന് എല്ലാ ഡോക്ടർമാരും വിധി എഴുതിയൊരു നിമിഷമായിരുന്നു അത്. ഒരു സാധാരണക്കാരാണെങ്കിൽ നമ്മളെപ്പോലത്തോലൊക്കെ ആണെങ്കിൽ അവിടെ അങ്ങ് തളർന്നു പോയേനെ. നമ്മളൊക്കെ പഠിച്ചോനെ ഇനി എനിക്കൊരു രക്ഷയില്ലല്ലോ എന്ന് വിചാരിച്ചേക്കും. പക്ഷെ മെസ്സി തോറ്റു കൊടുക്കാനേ തയ്യാറായില്ല. തോറ്റു കൊടുക്കാൻ മനസ്സില്ലായിരുന്നു അദ്ദേഹത്തിന്. ഫുട്ബോളിനോടുള്ള അദ്ദേഹത്തിൻ്റെ കഠിനാധ്വാനവും ആത്മാർത്ഥതയും കാരണം ബാഴ്സലോണ ക്ലബ്ബ് അദ്ദേഹത്തിൻ്റെ ചികിത്സാ ചെലവ് മുഴുവൻ ഏറ്റെടുത്ത്. അവിടെയും തീർന്നിട്ടില്ല അദ്ദേഹത്തിൻ്റെ പ്രതിസന്ധികൾ. അർജൻറ്റീനയ്ക്ക് വേണ്ടി കളിക്കുന്ന സമയത്ത് പല ഫൈനലുകളിലും മെസ്സിക്ക് തോൽവി നേരിടേണ്ടി വന്നിട്ടുണ്ട്. രാജ്യം മുഴുവൻ അദ്ദേഹത്തെ കുറ്റപ്പെടുത്തുകയും പരിഹസിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അവിടെ ഒന്നും മെസ്സി തോറ്റു കൊടുക്കാൻ തയ്യാറായിട്ടില്ല. അങ്ങനെ മാനസികമായി തളർന്ന മെസ്സി ഒരു ഘട്ടത്തിൽ അന്താരാഷ്ട്ര ഫുട്ബോളിൽ നിന്ന് വരെ വിരമിക്കൽ പോലും പ്രഖ്യാപിച്ചിട്ടുണ്ട്. നമ്മുടെ തയ്യൽ ബിസിനസ് ഓർഡറുകൾ കിട്ടാതെ വരുമ്പോഴും കസ്റ്റമേഴ്സ് വന്ന് കുറ്റം പറയുമ്പോഴൊക്കെ നമുക്ക് തയ്യൽ നിർത്തിയാലോ നമ്മൾ ചിന്തിക്കുന്ന ഒരു ഘട്ടമുണ്ടല്ലോ. അതൊരു വല്ലാത്ത അവസ്ഥയല്ലേ അത്? പക്ഷേ മെസ്സി തിരിച്ചു വന്നു. കൂടുതൽ ശക്തമായി കഠിനാധ്വാനം ചെയ്തു. ഒടുവിൽ തൻ്റെ 35ാമത്തെ വയസ്സിൽ ലോകം മുഴുവൻ കാത്തിരുന്ന ആ ലോകകപ്പ് കിരീടം മെസ്സി തൻ്റെ രാജ്യത്തിനു വേണ്ടി നേടിക്കൊടുത്തു. മെസ്സിയുടെ ഈ ചരിത്രത്തിൽ നിന്ന് നമ്മൾ തയ്യൽ മെഷീന് മുന്നിലിരുന്ന് മടുത്തുപോയ നമുക്ക് നൽകുന്ന വലിയൊരു പാഠമുണ്ട്. തുടക്കത്തിൽ നമുക്ക് തയ്ച്ച വസ്ത്രങ്ങൾ അളവ് തെറ്റിപ്പോകുന്നുണ്ടാവും. കസ്റ്റമേഴ്സിന് വന്ന് നമുക്ക് വഴക്ക് കേൾക്കുന്നുണ്ടാവും. നമ്മളെടുത്ത കസ്റ്റമേഴ്സിൻ്റെ അളവ് തെറ്റിയിട്ടുണ്ടാവും. ഡ്രസ്സ് ചിലപ്പോൾ നമുക്ക് ആ ഒരു ഡ്രസ്സ് മാറ്റി മറ്റൊരു ഡ്രസ്സ് കസ്റ്റമർക്ക് ക്ലോത്ത് എടുത്തിട്ട് അയച്ച് ചെയ്ത് കൊടുക്കേണ്ട അവസ്ഥയൊക്കെ നമുക്ക് വന്നിട്ടുണ്ടാവും. പക്ഷെ അവിടെ ഒന്നും നമ്മൾ തളരാൻ പാടില്ല. അതൊക്കെ നമ്മളെ വിജയത്തിൻ്റെ ഒരു മുന്നോടിയായിട്ട് കാണാം. നമ്മളൊരു പാഠമായിട്ട് കാണാം. നമ്മളെ മുന്നിലേക്ക് വരുന്നൊരു പാഠമാണത്. കാരണം പഠിച്ച് എന്ന് പറയല്ലാതെ ഇതൊക്കെ ഒരു പാഠമായി. നേരെ മറിച്ച് നേരിട്ട് വിജയത്തിലേക്ക് വന്നാൽ നമ്മൾ ഒറ്റയടിക്ക് താഴോട്ട് കൂപ്പ് കുത്തും. തോറ്റ് ജയിച്ച് വന്ന ഒരാളെ പിന്നീട് മറ്റൊരാൾക്കും തോൽപ്പിക്കാൻ പറ്റില്ല. പക്ഷെ ഒറ്റയടിക്ക് ജയിച്ച് കയറിയ ഒരാളെ ഒറ്റയടിക്ക് താഴെയിടാനും ഒരു പണിയില്ല. നമുക്ക് ഓർഡറുകളൊക്കെ ഇല്ലാതെ നമ്മൾ സാമ്പത്തികമായൊക്കെ ഒരുപാട് കഷ്ടപ്പെടുന്നൊരു സമയക്കാരൻ ചിലപ്പോൾ അത്. അപ്പോൾ ചുറ്റുള്ളവർക്കൊക്കെ നമ്മളെ പരിഹസിക്കാനൊരവസരമാവും. ഓളിപ്പോൾ മെഷീനൊക്കെ വാങ്ങി വല്ല തയ്യലൊക്കെ തുടങ്ങി, ഓക്കൊന്നും ഒരു അടിയില്ല, ഒത്താണ് ഓള് മേപ്പെട്ട് നോക്കിക്കാണ്, ഈച്ചനാട്ടി കുത്തിർക്കാണ്, എന്തിന് നന്ന്, അനക്കാരാ ഓർഡർ കൊണ്ടുവരുന്നതെന്നൊക്കെ
ഒക്കെ പറയാൻ നമുക്ക് മുന്നിൽ ആളുണ്ടാവും. ഓലെ മുന്നിലൊക്കെ ചിരിച്ച് കൊടുക്കുക മാത്രം ചെയ്താൽ മതി. പക്ഷേ മെസ്സിയെ പോലെ തോറ്റു കൊടുക്കാൻ നമ്മൾ തയ്യാറാകരുത്. മെസ്സിയോടെ തോറ്റു കൊടുക്കാൻ തയ്യാറാക്കുകയാണെങ്കിൽ ഇന്ന് അർജൻറ്റീനക്കൊക്കെ ഒരു ലോക ഇതിഹാസമായ താരം മെസ്സിയെ പോലെ, ലയണൽ മെസ്സിയെ പോലെ ഒരു താരത്തെ കിട്ടൂലായിരുന്നു. ആ പ്രതിസന്ധികളെയെല്ലാം നമ്മൾ കൂടുതൽ ശക്തരാക്കാൻ വേണ്ടിയുള്ളതാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. കാരണം ഓർഡർ ഇല്ലാതെ നിൽക്കുന്ന അവസരങ്ങൾ നമുക്ക് പുതിയ പുതിയ കാര്യങ്ങൾ പഠിക്കാനുള്ളതാണ്. ഓർഡറുകൾ കുറവാണോ എങ്കിൽ നമ്മൾ നിരാശപ്പെടാതിരിക്കുക. ആ സമയം പുതിയ തയ്യൽ ഡിസൈനുകൾ പഠിക്കാനും ഒക്കെ മാറ്റി വെക്കുക. നമ്മളുടെ തയ്യലിനെ 100% പെർഫെക്റ്റ് ഫിനിഷിംഗ് ആക്കാൻ വേണ്ടി ആ സമയം നമ്മൾ തയ്യാറായിക്കൊണ്ടിരിക്കുക. മെസ്സി തൻ്റെ ശാരീരിക പരിമിതികളെ കഠിനാധ്വാനം കൊണ്ട് മറികടന്നതുപോലെ നമ്മളുടെ തയ്യലിലെ പോരായ്മകളെ നിരന്തരമായ പരിശീലനം കൊണ്ട് നമുക്ക് മറികടക്കാൻ സാധിക്കും. കാരണം നമ്മൾ ഒരു ദിവസം നമുക്ക് തയ്യലില്ലെങ്കിൽ ആ ദിവസം നമ്മൾ തയ്യലില്ലാതെ മാറിക്കണതിന് പകരം നമ്മളെ കയ്യിൽ ഒരുപാട് കട്ട് പീസുകളുണ്ടാവും. അതൊക്കെ എടുക്കുക. പുതിയൊരു ഡിസൈൻ അതിൽ ഉരുത്തിരിഞ്ഞെടുക്കാൻ നമ്മൾ നോക്കുക. ആ പുതിയ ഡിസൈൻ നമ്മളെ കയ്യിലോട്ട് വരുമ്പം നമ്മൾ ജസ്റ്റ് അതിൻ്റെ വീഡിയോസ് ഇട്ട് പോവുക. അപ്പോൾ ആൾക്കാർ ഇനിയിപ്പോൾ നിങ്ങൾക്ക് തയ്യലിന് ഓർഡറുകളൊന്നും ഇല്ലെങ്കിൽ മറ്റുള്ളവർ നമുക്ക് ഇല്ലയെന്ന് വിചാരിച്ചിട്ടുണ്ട്. എന്താ ചെയ്യേണ്ടതാരോ, പിൻട്രസ്റ്റിൽ കയറുക, ഇൻസ്റ്റയിൽ കയറുക, ഒരുപാട് മോഡലുകളോ ഫോട്ടോ കിട്ടും. നമ്മളൊക്കെ അങ്ങനെ തന്നെ ചെയ്തീനി. ഫോട്ടോസൊക്കെ എടുത്തിട്ട് ന്യൂ വർക്ക്, ഇന്ന് ചെയ്യണ വർക്കാണ്, ന്യൂ വർക്ക് ചെയ്തെന്ന് പറയണ്ട, ഇന്ന് എൻ്റെ വർക്ക്, ഇന്നൊക്കെയുള്ള എൻ്റെ വർക്കാണെന്ന് എഴുതിയിട്ട് ആ ഫോട്ടോ സ്റ്റാറ്റസ് ഇടുക. അപ്പോൾ ആൾക്കാർ വിചാരിച്ചു, എന്നും സ്റ്റാറ്റസ് ഇങ്ങനെ വരുമ്പോൾ ആൾക്കാർ വിചാരിച്ചു ഇവർക്ക് എന്നും സ്റ്റിച്ച് ചെയ്യാണ്ട്. നമുക്കെല്ലാവരും നമുക്കില്ല എന്നുള്ളത്, പക്ഷേ അതിനെ മറികടക്കാനാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ ആൾക്കാർ ഓള് നന്നായി സ്റ്റിച്ച് ചെയ്യുന്നുണ്ട്, ഓൾക്ക് സ്റ്റിച്ചിങ്ങൊക്കെ കിട്ടുന്നുണ്ട്, നമ്മളെ ചുറ്റുവട്ടത്തുള്ളവർക്ക് മനസ്സിലാവും. നമുക്കില്ല എന്നുള്ളത് ഓൾക്ക് മനസ്സിലാവുമ്പോഴാണ് ഓൾക്ക് പോലും നമുക്ക് തരാനൊരു പുച്ഛം തോന്നുക. അപ്പം അങ്ങനെ വർക്ക് ഉണ്ട് എന്ന് തോന്നുമ്പോൾ ഓലും നമുക്ക് വർക്ക് തരാൻ തുടങ്ങും. ഓരോരുത്തർ നമ്മളെ ഡിസൈനുകൾ ഇങ്ങനെ കാണുമ്പം ഓൾറെഡി ഓലെ മനസ്സിൽ ഓൾക്ക് വർക്ക് ഉണ്ട്, ഓല് നന്നായി ചെയ്യുന്നുണ്ട്, അപ്പം എൻ്റെ ഡ്രസ്സ് ഒന്ന് അടിക്കാനുള്ള ഓൾക്ക് കൊണ്ടുപോയി കൊടുക്കുക. അങ്ങനെ അവർക്കൊക്കെ മനസ്സിൽ തോന്നും. ആ ഒരു തോന്നുന്ന കാര്യത്തിലോട്ട് നമ്മൾ വരുത്തണം. അതാണ് നമ്മളെ മികവ്. എന്നും ഡെയിലി സ്റ്റാറ്റസ് ഇടുക, ഓരോരോ ന്യൂ മോഡൽ. അപ്പം നമ്മളെ മനസ്സിന് തന്നെ മനസ്സിലാവും, എനിക്ക് വർക്കുണ്ട്, എന്നോട് ഇത് ചെയ്യാൻ കഴിയുമെന്ന്. നമ്മൾ ആ വർക്ക് ഇങ്ങനെ ഇടയ്ക്ക് സ്റ്റാറ്റസ് ഇങ്ങനെ എടുത്ത് നോക്കുക. അപ്പം നമ്മളെ കളിയാക്കണമല്ലൊക്കെ പ്രത്യേകിച്ചും ആ സ്റ്റാറ്റസ് കണ്ടെന്നും കൂടെ നമ്മൾ ഉറപ്പ് വരുത്തുക. നിങ്ങൾ ചെയ്യണ തയ്യൽ ജോലി ഒരു ചെറിയൊരു സാധാരണ പണിയാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഈ ലോകത്ത് ഏതൊരു മനുഷ്യനും ഡ്രസ്സ് ഇടണമെങ്കിൽ നമ്മളെപ്പോലെ സ്റ്റിച്ച് ചെയ്യണോല് വേണം. ആ ഒരൊറ്റ കാര്യം വിചാരിച്ചാൽ മതി. കളിയാക്കണോൽക്കൊന്നും നമ്മളെപ്പോലെ സ്റ്റിച്ച് ചെയ്യാനറിയില്ല. ഓൽക്കൊക്കെ ഗാലറിയിൽ നിന്ന് നമ്മളെ കളിയാക്കാനേ അറിയുള്ളൂ. കളത്തിലിറങ്ങി കളിക്കണത് നമ്മളാണ് എന്നുള്ളൊരു ബോധം മതി. ഇതൊരു വലിയ കലയാണ്. ലക്ഷക്കണക്കിന് ആളുകളിൽ നിന്നും നമ്മളെ വ്യത്യസ്തമാക്കുന്നതിന് നമ്മളെ കഠിനാധ്വാനമാണ്. തോൽക്കാൻ മനസ്സില്ലാത്ത ആ രണ്ടാമത്തെ വിഭാഗം മനുഷ്യനായി മാറാം നിങ്ങൾ തയ്യാറാണെങ്കിൽ. നിങ്ങളുടെ കൊച്ചു തയ്യൽ മുറിയിൽ നിന്നും വലിയൊരു ബുട്ടീക്കിലേക്കുള്ള ദൂരം വളരെ കുറവാണെന്നത് മെസ്സിയെപ്പോലെ തന്നെ ഒരു ദിവസം നമ്മളുടെ വിജയകിരീടം നമ്മളും ചൂടുമെന്ന് തന്നെ നമ്മൾ മടിയുറച്ച് വിശ്വസിക്കുക. കളിയാക്കണവർക്ക് കളിയാക്കാനേ കഴിയുള്ളൂ. ഓൽക്കാർക്കും സ്റ്റിച്ച് ചെയ്യാൻ കഴിയൂലല്ലോ. പക്ഷേ ഓരോരുത്തരും ഇട്ടെടുക്കുന്ന ഡ്രസ്സ് നമ്മളെപ്പോലെയുള്ള ഓരോ ടൈലർമാരും ഡിസൈനർമാരും ഡിസൈൻ ചെയ്ത വസ്ത്രങ്ങളാണ്. കളിയാക്കുമ്പോൾ അവരത് ഓർക്കണില്ല. നമ്മൾ ഡിസൈൻ ചെയ്യണമെങ്കിൽ ഓൽക്ക് അങ്ങനെ ഒരു കഴിവുണ്ടോ? ഇല്ല. ഓലെന്താ വീട്ടിലെ ജോലി എടുക്കുക, കിടന്നുറങ്ങുക, ഫോണ് കാണുക, റീൽസ് കാണുക, ടൈം കളയുക. ആ സമയത്ത് നമ്മൾ ചെയ്യണത് എന്താണ്? നല്ല കഠിനാധ്വാനം ചെയ്ത് നമ്മളെ എഫേർട്ടുകളിട്ട് നമ്മൾ ഓരോ വർക്ക് കണ്ടുപിടിച്ച് നമ്മളിലൂടെ പുതിയ പുതിയ ഡിസൈൻ ലോകത്തിന് പിറക്കട്ടെ. അങ്ങനെ വേണം നമ്മൾ കരുതാൻ. പുതിയ പുതിയ ഡിസൈൻ ആളുകൾ ചെയ്തത് നമ്മൾ കോപ്പി അടിക്കണതിന് പകരം നമ്മളിലൂടെ പുതിയ ഡിസൈൻ ഈ ലോകത്തേക്ക് പിറക്കട്ടെ എന്നാണ് നമ്മൾ ചിന്തിക്കുന്നത്. എത്ര ഡിസൈനുകൾ ഇനി ഈ വീഡിയോ കാണുന്ന ഓരോ ഡിസൈനർമാരെ കയ്യിൽ നിന്നും പിറക്കാൻ ഈ ലോകത്തോട്ട് ഇരിക്കുന്നുണ്ട്. ഈ കളിയാക്കിയവരെ തന്നെ നമ്മൾ ചെയ്ത ഡിസൈനിൽ ഒരു ദിവസം ഡ്രസ്സിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്തതല്ലെങ്കിലും നമ്മൾ ചെയ്ത് വന്ന ഡിസൈനിൽ പുറത്താരെങ്കിലും സ്റ്റിച്ച് ചെയ്തതോ റെഡിമെയ്ഡ് ഷോപ്പുകളിൽ നിന്ന് വാങ്ങിയതായിട്ട് ഇട്ട് പോകുമ്പോൾ നമുക്ക് അഭിമാനത്തോടു കൂടി നോക്കിക്കാലോ, ഞാൻ ഡിസൈൻ ചെയ്ത് ലോകത്തോട് കാട്ടി കൊടുത്ത ഡിസൈന് ഇന്നോലെ കെട്ട് പോണേ, ഇന്നെ കളിയാക്കിയോല് എൻ്റെ മുന്നിലൂടെ എൻ്റെ ഡിസൈൻ ഇട്ട് പോണെന്ന് നമുക്ക് അഭിമാനം കൊള്ളാലോ. അങ്ങനെ ഒരു അവസ്ഥയിലോട്ട് നമ്മൾ വരണം. അതിനാദ്യം വേണ്ടത് നമുക്കൊരു സ്റ്റിച്ചിങ് ഇല്ലയെന്ന് കരുതി നിങ്ങൾ പിന്നോട്ട് ഒരിക്കലും മാറരുത്. നമ്മളെ ആയുധത്തിന് നമ്മൾ മൂർച്ച കൂട്ടിക്കൊണ്ടിരിക്കണം. അതാണ് നമ്മളെ ആയുധം എന്ന് പറയുന്നത്. ഫിനിഷിങ് എന്ന ആയുധം നമ്മൾ മൂർച്ച കൂട്ടിക്കൊണ്ടേയിരിക്കണം. അതിന് ഒരുപാട് ഡ്രസ്സുകൾ നമ്മൾ കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത്
സ്റ്റിച്ചിങ് ഒരാൾ വീഡിയോ കണ്ട് പഠിച്ചാൽ അയാൾ ആ സ്റ്റിച്ചിങ് പഠിക്കൂല. അയാൾക്ക് സംഗതിയൊക്കെ മനസ്സിലായിട്ടുണ്ടാവും. പക്ഷേ അത് പ്രാക്ടിക്കലിലൂടെ ചെയ്യണ ആൾക്ക് മാത്രമേ അത് പഠിക്കാനുള്ള ഒരു അവസരമുള്ളൂ. ഇൻഷാ അള്ളാ അതിൻ്റെ സ്റ്റിച്ചിങ് ക്ലാസ് ഞാൻ ഒത്തിരി നാളായിട്ട് നിർത്തി വെച്ചതാണ്. നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാനത് തുടരും. ഇൻഷാ അള്ളാ എനിക്ക് തുടരാനൊരു അവസരം കിട്ടട്ടെ. എനിക്ക് ഓരോ ഇഷ്യൂസായിട്ട് ഇങ്ങനെ മാറി നിൽക്കുകയും എന്നാലും ഞാൻ തോറ്റു കൊടുക്കാൻ തയ്യാറില്ല എന്നുള്ളതുകൊണ്ടാണ് നിങ്ങളെ മുന്നിലേക്ക് വീഡിയോസുമായിട്ട് എനിക്കൊരു മോട്ടിവേഷൻ ആവും ചെയ്യും, നിങ്ങൾക്കും ഒരു മോട്ടിവേഷൻ ആവും എന്നുള്ള നിലക്കാണ് ഞാൻ ഏറ്റവും കൂടുതൽ ഇതുപോലെ നിങ്ങളെ മുന്നിലേക്ക് വന്നിട്ടുള്ളത്. കാരണം ഒന്നും എനിക്ക് പറയാനില്ല. കാരണം അത്രക്കും സന്തോഷത്തോടെയാണ് ഞാൻ നിങ്ങളെ മുന്നിലോട്ട് ഈ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇടണത് കേട്ടോ. അപ്പം ആരും മറക്കണ്ട, മെസ്സിയെ പോലെ നമ്മളും കഠിനാധ്വാനം ചെയ്യാൻ തയ്യാറായി തന്നെ നിൽക്കണം. നമ്മളെ താഴ്ത്തി കെട്ടാൻ ഒരുപാട് ആളുകളുണ്ടാവും. ഓലൊക്കെ മുന്നിൽ നമ്മൾ ചിറിച്ച് കൊടുക്കണം. കാരണം ഓല മുന്നിൽ നമ്മൾ സങ്കടപ്പെട്ട ഓല വർത്താനത്തുമ്പിൽ നമ്മൾ തോറ്റുണ്ട്, നമ്മൾ സങ്കടപ്പെട്ട് എന്നുള്ളത് ഓല് മനസ്സിലാക്കും. പക്ഷെ അതൊരിക്കലും പാടില്ല. നമ്മൾ നന്നായിട്ട് കഠിനാധ്വാനം ചെയ്തിട്ടുണ്ട്. ചിറിച്ച് കൊടുക്കുമ്പോൾ നമ്മളെ വാക്കൊന്നും ഓലെ വിളിച്ചണില്ല എന്ന് കണ്ടിട്ട് ഓൽക്കാണ് സങ്കടം വരിക. നമുക്കതൊരു സങ്കടമായി മാറൂല. കാരണം നമ്മൾ സങ്കടപ്പെടുന്നത് കാണുമ്പം ചിരിക്കാനിരിക്കണ ഒരുപാട് ആളുണ്ടാവും. അവർക്ക് മുന്നിൽ പോയി പെടരുത്. നിങ്ങൾക്ക് സങ്കടം തോന്നുന്നുണ്ടോ? ഒറ്റയ്ക്ക് വന്നിട്ട് ഒരു കണ്ണാടിക്ക് മുന്നിൽ നിന്നിട്ട് സങ്കടപ്പെട്ട് കരയാനുള്ളിടത്തോളം നിങ്ങൾ കരഞ്ഞോളി. പക്ഷേ ഒരിക്കലും മറ്റൊരാൾക്ക് മുന്നിൽ പോയി കരയരുത്. മറ്റൊരാൾക്ക് മുന്നിൽ പോയിട്ട് നമ്മൾ പണി ഉണ്ടാക്കുകയും ചെയ്യരുത്. എരന്ന് വാങ്ങരുത്. നമ്മളെ സങ്കടം നമ്മളിൽ മാത്രം ഒതുക്കിയിട്ട് ആ സങ്കടത്തെയൊക്കെ പോസിറ്റീവാക്കി എനർജറ്റിക്കായിട്ട് മാറിയിട്ട് നമ്മൾ മാറിയിരിക്കണം. നിങ്ങൾ തോറ്റു കൊടുക്കാൻ തയ്യാറല്ലല്ലോ. അപ്പം മെസ്സിയെ പോലെ കഠിനാധ്വാനം ചെയ്ത് മുന്നോട്ട് പോകാൻ നിങ്ങൾ റെഡിയാണോ? എങ്കിൽ ഇപ്പം തന്നെ ആ താഴെ ഒന്ന് വേഗം ഒന്ന് കമൻറ്റ് ചെയ്തോളി, ഞാൻ തോറ്റു കൊടുക്കാൻ തയ്യാറല്ല എന്ന്. നിങ്ങളുടെ ആ ഒരു കമൻ്റ് ഉണ്ടല്ലോ, ആ ഒരൊറ്റ കമൻറ്റ് നിങ്ങളുടെ വലിയൊരു വിജയത്തിൻ്റെ തുടക്കമായിരിക്കട്ടെ. ഈ വീഡിയോ നിങ്ങൾ എല്ലാ തയ്യൽ സുഹൃത്തുക്കൾക്കും വാട്സപ്പ് ഗ്രൂപ്പുകളിലൊക്കെ ഇപ്പം തന്നെ ഷെയർ ചെയ്തോളിട്ടോ. ചാനൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളി. ഇതുപോലത്തെ വീഡിയോസ് നിങ്ങൾ വിജയിച്ചിട്ട് തോറ്റു കൊടുക്കാൻ തയ്യാറല്ലാതെ വിജയിച്ച് വരുന്നൊരു ദിവസം ഈ ഒരു വീഡിയോ തെരഞ്ഞു പിടിച്ച് ഇതിൻ്റെ അടിയിൽ ഞാൻ വിജയിച്ചു എന്നും കൂടെ ഒന്ന് കമൻ്റ് ഇടുന്നത് നോക്കിയിരിക്കട്ടോ. നിങ്ങൾ ഓരോ വിലപ്പെട്ട കമൻറ്റും എനിക്കും മോട്ടിവേഷനാണ്. ഈ വീഡിയോയിലെ കമൻറ്റ് ബോക്സ് വന്ന് വായിക്കണവർക്കും മോട്ടിവേഷനാണ്. അതെനിക്ക് നന്നായിട്ട് മനസ്സിലായിട്ടുള്ളതാണ്. കാരണം ഓരോരുത്തരിടുന്ന കമൻറ്റുമ്മലും വരുന്ന ലൈക്ക് ശ്രദ്ധിച്ചാൽ മതി. 50, 60, 100 ലൈക്ക് ഓരോരുത്തരുടെ കമൻറ്റിനും എൻ്റെ വീഡിയോക്കടിയിൽ വന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. കാരണം ഓലെ കമൻറ്റൊക്കെ അത്രക്കും മോട്ടിവേഷൻ ആയിട്ടുണ്ട് മറ്റുള്ളവർക്ക് എന്നുള്ളതാണ് ഞാൻ ആ ഒരു കമൻറ്റുമെന്ന് മനസ്സിലാക്കണത്. അപ്പം വിജയിക്കാൻ റെഡിയായി തോറ്റു കൊടുക്കാൻ തയ്യാറല്ലാത്ത നിങ്ങൾ എത്രയും പെട്ടെന്ന് പുതിയൊരു ചുവടുവെപ്പ് വെച്ചോളി. അപ്പോൾ ഇനി അടുത്തൊരു നല്ല വീഡിയോയുമായി കാണുന്നത് വരെ ബായ്, അസ്സലാമു അലൈക്കും, ടേക്ക് കെയർ.